ആ വീട്ടിൽ മൃദംഗമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നൃത്തത്തിൻ്റെ കേട്ടു. അപ്പോൾ ഞാൻ ഉണർന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇവിടെ ചോദിച്ചു, ഇവിടെ പിന്നെ മൃദംഗം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നൃത്തം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കുറെ കഴിഞ്ഞപ്പോൾ പൂച്ച കരയുന്ന ശബ്ദം കേട്ടു. ഇവിടെ പൂച്ചയുണ്ട്, ഇവിടെ പൂച്ചയില്ല. നമ്മൾ പതുക്കെ വെളിയിറങ്ങി. അവിടെ ഒരു പഴയ വീട് കണ്ടു. ഞാനത് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ പ്രേക്ഷകരെ കാണിക്കാം. കാരണം അവിടെ അങ്ങ് പൂച്ചയില്ല. അപ്പോൾ ആ വീട് ഞാനപ്പോൾ വീട്ടുകാർ ചോദിച്ചു, ഈ വീട് ആരുടെയാണ്? അപ്പോൾ അത് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട, കലാമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അധ്യാപികയുടെ വീടാണ്, നൃത്താധ്യാപികയുടെ വീടാണ്. അവിടെ ആരാണ് ഈ മൃദംഗം പഠിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഭർത്താവാണ്, അവരുടെ ഭർത്താവാണ്. ചോദിച്ചാൽ അവിടെ ആരെങ്കിലും വിഷം കഴിച്ച് മരിച്ചിട്ടുണ്ടോ? അദ്ദേഹം വിഷം കഴിച്ചാണ് മരിച്ചത്. കഥയിലെ യഥാർത്ഥ വില്ലൻ അല്ലെങ്കിൽ നായകൻ ആ പെൺകുട്ടിയുടെ അച്ഛനാണ്. അവരെയാണല്ലോ എല്ലാവരും കണ്ടിട്ടുള്ളത്. പെൺകുട്ടിയെ ബന്ധിച്ചതുകൊണ്ടാകാം പിന്നെ അച്ഛൻ ശക്തി പ്രാപിച്ച് അവിടെ ഇറക്കി. സാധാരണ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകളെ നശിപ്പിച്ചു, ആ മകൻ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലായി. നമ്മളവിടെ ഈ ഇതിനെല്ലാം ഉപരി എൻ്റെ മനസ്സിൽ അറ്റാക്ക് ചെയ്ത നായാണ്. ആ ബൈരവന് ഇയാൾ ഭക്ഷണം കൊടുക്കുന്നതാണ്. കൊന്നത് ഈ നായാണ് പോയിട്ട് ആ മരത്തിൽ മണപ്പിച്ചത്, ഇയാൾക്ക് പിടികിട്ടിയേ. ഈ കുട്ടിയുടെ ബോഡി ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞത് ഈ മനസ്സിലാക്കിയത് ഈ നായിലാണ്. ഈ നായും ഈ കുട്ടിയായിട്ട് ബന്ധമുണ്ട്, ഈ അച്ഛനുമായിട്ട് ബന്ധമുണ്ട്. ഇത് ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഇത് മാറൂല. ആ കുഴിയിൽ നിന്ന് കിട്ടിയ എല്ല് ആരുടേതായിരിക്കും? അത് അറിഞ്ഞൂടാ, അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞൂടാ. അതിനി മൃഗത്തിന്റെ ആണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ആരോ ശക്തിയായിട്ട് പുള്ളിയെ തള്ളി എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് സാധാരണഗതിയിൽ ഒരാളോട് പറയുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നിക്കുന്ന, എന്നാൽ നമ്മൾ പറയുന്ന എല്ലാം തന്നെ ഇപ്പം നമ്മൾ കുറേ പേരെ അന്ധവിശ്വാസികളാക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ഇവിടെ ഉണ്ടെന്നല്ലേ പറയുന്നുള്ളൂ. ഇനി ഇതൊന്നും ഇല്ലയെന്ന് പറയുന്ന ഒന്നും വരൂ. നമ്മുടെ കൂടെ വരുമ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടെങ്കിൽ കൂടെ വന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. പിന്നെ ഇവരെയൊക്കെ ബോധ്യപ്പെട്ടിട്ട് എന്താണ്? നമുക്കൊരാളെ ബോധ്യപ്പെടുത്തിയിട്ട് എന്താണ് നേടേണ്ടത്? ഒന്നും നേടാനില്ല. ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട. 4 തെറി പറഞ്ഞാലും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന് പറഞ്ഞു പ്രതികരിക്കാനുള്ള അവകാശമുള്ളത് കൊണ്ട് നമ്മൾ ആ വിഷയം നമ്മൾ എടുക്കുകയില്ല, വിട്ടുപോകും. ഇപ്പം ഞാൻ മറ്റൊരു വിഷയം പറഞ്ഞാൽ, ഞാൻ ഒരു വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഒരു വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ആ വീട് ഒരു മൃദംഗം അടിക്കുന്ന ശബ്ദം കേട്ടു. ആ വീട്ടിൽ മൃദംഗമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നൃത്തത്തിൻ്റെ കേട്ടു. അപ്പോൾ ഞാൻ ഉണർന്നു. കാരണം ആ വീട് പോസിറ്റീവ് എനർജി ഉള്ളൊരു വീടാണ്. കാരണം ലളിതാസനം വായിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്ധ്യയ്ക്ക് വിളക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വീടാണ്. യാദൃശ്യമായിട്ട് പോയപ്പോൾ അവിടെ കിടന്നുറങ്ങിയതാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇവിടെ ചോദിച്ചു, ഇവിടെ പിന്നെ മൃദംഗം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നൃത്തം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കുറേ കഴിഞ്ഞപ്പോൾ പൂച്ച കരയുന്ന ശബ്ദം കേട്ടു. ഇവിടെ പൂച്ചയുണ്ട്, ഇവിടെ പൂച്ചയില്ല. നമ്മൾ പതുക്കെ വെളിയിറങ്ങി. വളരെ മുമ്പാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ സ്മൃതിയിൽ നിന്ന് മറന്നുപോയതാണ്. ഞാൻ ഓർക്കുമ്പോൾ ഓരോന്ന് പറയുന്നതാണ്. അവിടെ ഒരു പഴയ വീട് കണ്ടു. ഞാനത് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ പ്രേക്ഷകരെ കാണിക്കാം. അതിൻ്റെ അവിടെ എങ്ങും പൂച്ച ഇല്ലാതിരുന്നിട്ടും ഞാനത് ഷൂട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഇതിട്ട് കാണുമ്പോൾ അതിനകത്ത് പൂച്ച കരയുന്നുണ്ട്. അതും പ്രേക്ഷകന് കാണിക്കാവുന്നതാണ്. കാരണം അവിടെ അങ്ങ് പൂച്ചയില്ല. അപ്പോൾ ആ വീട് ഞാനപ്പോൾ വീട്ടുകാർ ചോദിച്ചു, ഈ വീട് ആരുടെയാണ്? അപ്പോൾ അത് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട, കലാമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അധ്യാപികയുടെ വീടാണ്, നൃത്താധ്യാപികയുടെ വീടാണ്.
അത് ഭർത്താവ് അവിടെ ആരാണ് ഈ മൃദംഗം അടിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഭർത്താവാണ്, അവരുടെ ഭർത്താവാണ്. ചോദിച്ചാൽ അവിടെ ആരെങ്കിലും വിഷം കഴിച്ച് മരിച്ചിട്ടുണ്ടോ? അദ്ദേഹം വിഷം കഴിച്ചാണ് മരിച്ചത്. അപ്പോൾ അവർ നല്ല അമ്മയായിരുന്നു, നർത്തകിയായിരുന്നു. അവർ കുറേ കാലം കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലം തളർന്നു കിടന്നു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ നിശബ്ദയായി. ഞാൻ അതെന്താണെന്ന് ചോദിക്കാൻ പോയില്ല. നമ്മൾ നിദ്രയിലാകുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളൊരു നമ്മുടെ ബോധത്തിൽ നമ്മളൊരു പോസിറ്റീവ് എനർജി പാസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ഉപാസനാമൂർത്തിയെ നമ്മളങ്ങനെ ഒരു ലെയറിലേക്ക് കടത്തിവിടും. കാരണം നമ്മുടെ കവചത്തിന് വേണ്ടിയിട്ടാണത്. മരണത്തിന് മാത്രമേ അതിനെ ഭേദിക്കാൻ പറ്റുള്ളൂ. എന്നെ കൊല്ലാൻ വരുന്ന, ഉറക്കത്തിൽ കൊല്ലാൻ വരുന്ന ഒരാൾക്കും എന്നെ ഭേദിക്കാൻ പറ്റില്ല, വീണു പോകും. പക്ഷെ മൃത്യു എന്ന് പറയുന്ന യഥാർത്ഥത്തിന് എന്നെ കൊണ്ടുപോകാൻ പറ്റും. അത് നമുക്കറിയാനും പറ്റും അതിനു മുമ്പ് തന്നെ. അപ്പോൾ ഞാൻ ആ കഥ കേട്ടപ്പോൾ ഉണ്ടാകുന്ന എനിക്കൊരു വേദന അതിഭയങ്കരമായിരുന്നു. അപ്പോൾ ഈ പൂച്ചകളില്ലാത്തൊരു സ്ഥലത്ത് പൂച്ച, അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ പൂച്ച കരയും? രാത്രി പൂച്ച ഭയങ്കരമായി കരയും. ഇവിടെ പൂച്ചയുണ്ട്, ഇവിടെ പൂച്ചയില്ല, പക്ഷെ പൂച്ച കരയും. അപ്പോൾ ഞാൻ അവരുടെ ആ കഥയിലോട്ടൊന്ന് കയറി. എനിക്ക് ഈ അറിയാവുന്ന ഒന്ന് പറഞ്ഞു തരൂ. അപ്പോഴാണ് ഇവരൊരു കഥ പറയുന്നത്. പണ്ട് പേപ്പറിലൊക്കെ വന്നതെന്നാന്ന് പറയുന്നത്. ആ അമ്മ കലാമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട വലിയ നർത്തകിയായിരുന്നു. ഇവർ നല്ല മനുഷ്യനും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട തബലയൊക്കെ ഉപയോഗിക്കുന്ന ആളായിരുന്നു. എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു, ഈ വീട് എന്താ ഇങ്ങനെ കിടക്കുന്നത്? നിങ്ങളുടെ ആ വീട് നമുക്കൊന്ന് കാണാം. ആ വീട് ഷൂട്ട് ചെയ്തതിൻ്റെ അവസാനം ആ പൂച്ച കരയുന്നത് കൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചോളൂ. പ്രേക്ഷകരൊന്ന് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ഇത് നമ്മളാരും കാണിച്ചതല്ല. ആ വീട് അത് ഷൂട്ട് ചെയ്യുമ്പോൾ കേട്ട പൂച്ചയുടെ കരച്ചിലാണ്. അപ്പോൾ പറഞ്ഞത് ഇവർക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. അതിൽ മൂത്തവൻ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയെ പ്രണയിച്ചു. പ്രണയിച്ച് ആ കുട്ടിയെ അവൻ വിളിച്ചുകൊണ്ട് വന്ന് ഇവൻ ഈ വീട്ടിൽ താമസിപ്പിക്കുമ്പോൾ ഇവൻ നടത്തിയിട്ട് പോലെ ഫ്രോഡ് പരിപാടികൾ എന്ന് പറഞ്ഞാൽ അവൻ കാറിൽ അവന് ഏതെങ്കിലും മന്ത്രിയുടെ പേരോ ഇല്ലെങ്കിൽ സെക്രട്ടറിയുടെ പേരോ ഒക്കെ വയ്ക്കും. വിസ ആൾക്കാരുടെ നിന്ന് ലക്ഷക്കണക്കിന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് വിസ ആൾക്കാരെ നിന്ന് മേടിച്ച് പറ്റിച്ചു. ഇവൻ ജയിലിൽ കിടന്നു. കുറേ പേരുടെ കടം തീർത്തു. ഈ വീട് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്തു. ഒന്ന് ആലോചിക്കണം. സഹിക്കാൻ വയ്യാതെ ഈ ഭാര്യ ഇറങ്ങിപ്പോയി 2 പിള്ളേരുമായിട്ട്. വീട്ടുകാർ വന്ന് വിളിച്ചോണ്ട് പോയി 2 കുട്ടികളായി. യവനിങ്ങനെ തോന്നിവാസമായിട്ട് ജീവിച്ചത് കേട്ട കഥകളാണ്. കാരണം നമ്മൾ ഈ സംഗീതം മാത്രമേ കേട്ടുള്ളൂ. ഈ വീടിൻ്റെ കിടപ്പും ഭീകരമായ ഭാർഗവി നിലയത്തിനേക്കാൾ ഭീകരമാണ്. ഇടിഞ്ഞു പൊളി എല്ലാവരും അറ്റാച്ച് ചെയ്തു. ആർക്കും ഒരു പൈസ ഇവൻ മേടിച്ച ഒരാൾക്ക് പോലും ഒരു പൈസയും കൊടുക്കാൻ പറ്റാത്ത അവൻ എവിടെയാണെന്ന് അറിയാൻ വയ്യ. ഈ അച്ഛൻ വിഷം കഴിച്ചു മരിച്ചു. ആൾക്കാർ ഡെയിലി വന്നിട്ട് ചീത്തയല്ലേ വിളിക്കുന്നത്? ഈ സംഗീതത്തെ സ്നേഹിത്ത ഒരച്ഛനാണ്. അയാളെപ്പോഴും തമിഴ് വായിച്ചുകൊണ്ടിരിക്കും. പുള്ളി പിന്നെ ആത്മഹത്യ ചെയ്ത് ഈ അമ്മയ്ക്ക് വയ്യാതെ കിടന്നു. അവിടെയാണ് നമ്മളിതിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത്. നമ്മുടെ നീതിയും നിയമവും ബന്ധങ്ങളും ഇവരുടെ പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം ഇവരെ നോക്കാനോ ഇവരോട് ചിന്തിക്കാനോ ഈ വീട്ടിൽ വരാനോ ഒരു മനുഷ്യരും ഇല്ലാതായി. പിന്നെ എൻ്റെ ഒരു നിഗമനമാണ് ഞാൻ പറയുന്നത്. നിഗമനമല്ല നടന്നത്. ഞാൻ 2 പേരുടെ പേര് ചോദിച്ചു അവരുടെ അടുത്ത്. ആദ്യത്തെ അക്ഷരവും അവസാനം, ഒന്ന് R-ഉം ഒന്ന് N-ൽ അവസാനിക്കുന്നതും ഒരു പേര്. പിന്നെ ഞാൻ ഒരാളുടെ രൂപം പറഞ്ഞു, മീശയൊന്നും ഇല്ലാത്ത. അപ്പോൾ 2 പേരും ആ വീട്ടിൽ ബന്ധമുണ്ടായിരുന്നതാണ്. ഒന്നൊരു ഫിസിയോതെറാപ്പിസ്റ്റ്, മറ്റേ തെങ്ങുകാരൻ ഒരു ഏതുവരത്തിലാണ്. എൻ്റെ ഒരു നിഗമനമാണ് ഈ അച്ഛൻ വിഷം കഴിച്ച് മരിച്ചതിന് ശേഷം ഈ 2 പേരും ഈ തളർന്നു കിടക്കുന്ന അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. ആ ഉപദ്രവിച്ച് കഴിഞ്ഞ് അവരുടെ മനസ്സിൽ ഭർത്തൃ വ്രതമുള്ള ഒരു അമ്മ, ഒരു സ്ത്രീ, അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പുരുഷൻ അവരെ മനസ്സറിഞ്ഞ് ഒരു തന്നെ സ്നേഹിക്കാം പല കാര്യങ്ങൾ കൊണ്ടും. ഒരാൾക്ക് ജീവിതത്തിൽ പൂർവ്വജന്മമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഉണ്ടാവാം. പക്ഷെ അതല്ലാതെ വെറും ഈ ഫിസിയോതെറാപ്പി ചെയ്യാൻ വന്ന ഒരുത്തനും തെങ്ങേറ്റക്കാരനായ ഒരുത്തനും, ഇതെൻ്റെ നിഗമനമല്ല. അത് അന്വേഷിച്ചാൽ എൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റും. ഒരു പ്രേതാത്മാവിൻ്റെ നൊമ്പരമാണ് ഞാൻ കേട്ടത്. അവരുടെ തേങ്ങലുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഡെഫിനറ്റായിട്ട് ഈ 2 പേര് യവന്മാർ അവനൊക്കെ പുഴുത്ത് മരിക്കത്തേ ഉള്ളൂ. ഈ തളർന്നു കിടക്കുന്ന അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് 100%. അയാളെ ഒരു മകനുണ്ട്, അയാൾ ഇങ്ങോട്ടൊന്നും വരാറില്ല. അവരെന്തോ നന്ദസായിട്ട് അയാൾ ജീവിക്കുന്നുണ്ട്, ഇളയാളെന്നാണ് കേൾവി. പക്ഷേ ഈ വീടിൻ്റെ ഒരു കിടപ്പ് കാണണമെന്നുള്ളൂ. ഒരു 2 പേര്, ഒരു കലാകാരിയും ഒരു കലാകാരനും പ്രണയിച്ച് വിവാഹം കഴിക്കുമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് അവരൊരുമിച്ച് ജീവിക്കുന്നു.
ജീവിച്ച് 2 മക്കളുണ്ടാകുന്നു. അതിൽ ഒരു മകൻ നന്നായിട്ട് അവനെ ഇവിടുന്ന് വിട്ടുപോയി. മൂത്തവൻ സകല മുടിയനായ പുത്രൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതേപോലെ സർവ്വതും നശിപ്പിച്ച് കടബാധ്യതകൾ ഉണ്ടാക്കി ഫ്രോഡുകൾ കാണിച്ച് ജയിലിൽ കിടന്ന് ഈ വീടെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവരുടെ ജീവിക്കേണ്ട വീട് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത് അവസാനം ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടാൻ അവർ സ്നേഹിച്ചവരും കൂടെ നിന്നവരും ഒക്കെ വഞ്ചിച്ച് അവർ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ അവരെ പറയുന്ന ആ മറ്റേ അടുത്തുള്ള സ്ത്രീയുടെ അടുത്തിരിക്കുക നല്ല സാരി കണ്ടപ്പോൾ ഇതെടുത്തോട്ടോ മോളെ എന്ന് ചോദിച്ചു. അവരപ്പം തന്നെ കൊടുത്തു എന്നാണ് പറയുന്നത്. ആ പ്രേതാത്മാക്കൾ നിലനിൽക്കുന്ന വീട് കണ്ടില്ലേ? നമുക്കൊരു പരിചയമില്ല. നമുക്കൊരു പരിചയമില്ലാതെ നമ്മൾ മൃദംഗത്തിൻ്റെ ശബ്ദവും നൃത്തത്തിൻ്റെ ചലനവും കേൾക്കുന്നു. എന്നിട്ട് അതിൻ്റെ അവസാനം ഇവർ മരിച്ചത് രക്തം ശ്രദ്ധിച്ച് മരിക്കുന്നു. അവിടെ ഒരു പാചകക്കാരി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരാണ് ഇവരെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞ് വരുത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. വളരെ ഉത്തമയായ സ്ത്രീയാണ്. ഈ പരപുരുഷന്മാരെ സ്വീകരിച്ച് മരിച്ച പ്രേതാത്മാവും ഭർത്താവും സ്നേഹിച്ച് ഭർത്താവ് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച ആ പുരുഷൻ മരിച്ചു, വിഷം കഴിച്ചു മരിച്ചു, ദുഃഖം താങ്ങാതെ അവൻ മരിച്ചു. കടബാധ്യതകളുണ്ട്, മകനുണ്ടാക്കിയ കടബാധ്യത ഉണ്ടാക്കി ജയിലിൽ കിടക്കുകയോ നശിച്ചു പോയോ വെള്ളമടിച്ച് നശിച്ചവൻ്റെ ആ രോദനം മുഴുവൻ സഹിച്ച ഒന്ന് ആലോചിക്കുന്ന ഒരു കലാകാരനാണ്. അയാൾ വിഷം കഴിച്ച് മരിച്ചു. ഈ തളർന്ന് കിടക്കുന്ന അമ്മ, ഈ അമ്മയെ ഈ വൃത്തികെട്ടവന്മാർ, ഒരാൾ ബന്ധുക്കളെന്നൊക്കെ പറയുന്ന പണമുണ്ടോ? എല്ലാ ബന്ധുക്കളും ഉണ്ട്. എൻ്റെ കാര്യം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. പണമില്ല, മക്കളും കാണൂല, കൊച്ചുമക്കളും കാണൂല, ബന്ധക്കാരും കാണൂല, സ്വന്തം അച്ഛനമ്മ പോലും കാണൂല. അതിന് എൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരുടെ ഉദാഹരണങ്ങൾ തന്നെയുണ്ട്. ഈ അമ്മയെ 2 പേര് ഉപദ്രവിച്ചിട്ടുണ്ട്. അമ്മമാർ പുഴുത്തു ചാവും. വെറുതെ പുഴുവല്ല, അവൻ്റെ വംശം തന്നെ ഇല്ല, വംശം നശിച്ചു പോകും. അവർക്ക് ഒന്ന് ആലോചിക്കണം, ശരീരം അനങ്ങാൻ പറ്റാതെയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടി തളർന്നു കിടക്കുന്ന ഒരു സ്ത്രീയെ. ഇത് എനിക്ക് ചെറുതല്ല ഇതിൻ്റെ അകത്തെ കാരണങ്ങൾ. ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇവിടെ സോഷ്യൽ വർക്കർ സുനിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് തിരുവനന്തപുരത്ത്. അവൾ ബെൻസ് കാറിലാണ് നടക്കുന്നത്. വലിയ സൗകര്യമുള്ള സ്ത്രീ. അവൾ റോഡിൽ കിടക്കുന്നവരെ കാറിനകത്ത് കയറ്റി കൊണ്ടുവന്ന് നല്ല ശുശ്രൂഷ കൊടുക്കുന്നവരാണ്. അവൾ എന്നോട് പറയുന്ന ഓരോ കഥകൾ കേട്ടാൽ ഞാൻ നടുങ്ങിപ്പോകും, നമ്മൾ മരവിച്ചു പോകും. എനിക്കൊരു നോവൽ എഴുതണമെങ്കിൽ പെണ്ണിൻ്റെ സൗന്ദര്യം വർണ്ണിക്കാൻ പറ്റാത്ത അവസ്ഥയായി, പുരുഷനെക്കുറിച്ച് എഴുതാൻ പറ്റാത്ത അവസ്ഥയായി, നമ്മുടെ സമൂഹത്തിലെ ഉൾക്കൊണ്ടുകൊണ്ട് സബ്ജക്റ്റ് എഴുതാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഈ വീട്, ഈ പ്രേതാലയം, ആ പ്രേതാലയത്തിൽ നിന്ന് നമ്മൾ കേട്ട ഒരു വർഷം മുമ്പാണ്. ഞാനിപ്പോൾ ഓർത്തപ്പോൾ ഞാനിത് എടുത്ത് പറഞ്ഞതാണ്. ഇപ്പോൾ ആ വീടിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആ ഇളയ മകൻ ആ വീട്ടിലേക്ക് വരാറേ ഇല്ല. ഇളയ മകൻ വരാറില്ല. ഇവരെല്ലാം മരിച്ചു, അനാഥമായി പോയി. കാട് പിടിച്ച് കണ്ടില്ലേ? പടം കണ്ടില്ലേ? പക്ഷേ നമ്മളെപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ചോദ്യം ബാക്കി നിൽക്കണം. എന്താണ് പൂച്ച അങ്ങനെ കരഞ്ഞു? ഇവർ മരിച്ച് രക്തം ശ്രദ്ധിച്ചാൽ മരിച്ച് 7 8 ദിവസം 9 ദിവസം കഴിഞ്ഞപ്പം ആ പൂച്ച അതുപോലെ രക്തം ശ്രദ്ധിച്ച് മരിച്ചു കിടന്നു. ആര് കൊന്നു? എന്തുകൊണ്ട് പ്രേതാത്മാക്കളായിട്ട് ഈ മൃദംഗത്തിൻ്റെ ശബ്ദവും ഈ ചിലങ്കയുടെ ശബ്ദവും മരിച്ചുപോയവരുടെയാണ്? നമ്മുടെ തോന്നലല്ല. ഞാൻ വീടുകളിൽ താമസിക്കുന്ന ആളാണ്. ഇതൊരു ചോദ്യമാണ്. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ, നമ്മളൊരാളെ ഫിസിയോതെറാപ്പിക്കാരനാണെങ്കിലും ശരി തന്നെ, വീട്ടിൽ കാവൽ നിർത്തുന്ന ആളാണെങ്കിലും ശരി തന്നെ, നന്മയുള്ള മനുഷ്യനെ കണ്ടെത്തിയിട്ട് ചെയ്യണം. ഒരു നല്ല കരുത്തുള്ള മകനുണ്ടെങ്കിൽ, ഇപ്പം 2 മക്കളുണ്ടായിരുന്നേ, ഒരുത്തൻ പോയി നശിപ്പിച്ചു, മുടിയനായ പുത്രൻ പോയി. പക്ഷേ ആ മകൻ, കിടക്കുന്ന അമ്മയെ നോക്കാനുള്ള ബാധ്യത ആ മകനുണ്ടായിരുന്നു അല്ലേ? ആ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന മകനാണ്. അവൻ ഭാര്യയോടൊപ്പം എവിടെയെങ്കിലും പോയി ജീവിക്കുകയല്ല വേണ്ടത്. അവൻ ഈ അമ്മയെ സംരക്ഷിക്കണമായിരുന്നു. അവൻ്റെ ഒന്ന് ആലോചിക്കണം, അവൻ്റെ കുട്ടികളും അവൻ്റെ കുട്ടികളും 3ാം തലമുറയിലാണ് ഈ ദോഷം വരുന്നത്. ഞാൻ എപ്പോഴും പറയും, വലിയ വേദന തോന്നിയതാണ്. ഇപ്പം എന്താണ് സ്ഥിതി എന്ന് അറിഞ്ഞുകൂടാ. ആ വീട്ടിലേക്ക് മകൻ വന്നില്ല. അദ്ദേഹം ഈ 2ാമത്തെ ആളും നല്ല നിലയിൽ കഴിയുന്നുണ്ടാവാം, നമുക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ അമ്മയെ തിരിഞ്ഞു നോക്കാത്ത, തളർന്ന് കിടക്കുന്ന അമ്മയെ, അതുകൊണ്ടല്ലേ ഈ വൃത്തികെട്ടവന്മാർ തെങ്ങ് വെട്ടാൻ വന്നവനും ഈ ഫിസിയോതെറാപ്പിക്ക് വന്നവനും ഒക്കെ അമ്മയെ തൊടേണ്ട ഒരു അവസ്ഥ വന്നേ. അമ്മയെ സംരക്ഷിച്ച് ഒരു ജോലിക്കാരിയെ വെച്ച് കൊടുത്തു വേണം, പൈസ അദ്ദേഹം തന്നെ കൊടുക്കും. പക്ഷേ ഒരു ജോലിക്കാരിയെ വെച്ച് കൊടുക്കുന്ന മാത്രമല്ല, കരുതണം. നമ്മളൊരു കുഞ്ഞിനെ അമ്മ പാല് വിശക്കുമ്പോൾ നമുക്ക് കുഞ്ഞിനെ മുലപ്പാല് തന്ന്, നമ്മളെ പാല് തന്ന് ഉറക്കി, നമ്മൾ ഉറക്കിയിട്ട് പോലും തൊട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കും കുഞ്ഞ് ഉറങ്ങുന്നുണ്ടോയെന്ന്. അങ്ങനെ ആ അമ്മ അങ്ങനെ നമ്മളെ വളർത്തിയെടുത്ത് അമ്മയൊന്ന് കിടന്നു പോയപ്പോൾ ആ അമ്മയെ നോക്കാത്തതിൻ്റെ പാപം ഒരു ജോലിക്കാരിയെ വെച്ച് കൊടുക്കുന്നതല്ല. ആ പാപം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. എത്ര കാലം കഴിഞ്ഞാലും അവർ ലയിക്കുന്നവരെ ആ ബിൽഡിംഗ് നിലനിൽക്കുന്നിടത്തോളം, ഈ നമ്മൾ കണ്ട ഈ കെട്ടിടം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ചിലങ്കയുടെ നർത്തകിയായിരുന്നു. നൃത്തത്തിൻ്റെ ശബ്ദവും ഈ തബലയുടെ ശബ്ദവും ആ വേദനയും, അവർ വേദന വരുമ്പോഴല്ല, അത് നമ്മൾ പല സിനിമകളിലും കാണുന്ന പോലെ
ആ വേദന ആ ഒരു ദുരന്തമായിട്ട് അവിടെ ഇങ്ങനെ അവസാനിക്കും. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ അമ്മ രക്തം ശ്രദ്ധിച്ച് മരിച്ചിട്ട് 9 ദിവസം കഴിഞ്ഞ് മരിച്ച പൂച്ചയുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നു, പൂച്ചയില്ലാത്ത സ്ഥലത്ത് നിന്നും. അതിന് ഉത്തരം ആരാണ് തരേണ്ടത്? അത് പ്രപഞ്ചം തന്നെ തന്നേ പറ്റൂ. എന്തായാലും ഒരുപാട് പേരുടെ ദുഃഖങ്ങളുടെ ശാപഭൂമിയാണ് ആ വീട്. വിസ തട്ടിപ്പിന് മകൻ തട്ടിക്കൊണ്ടുപോയ പണം അല്ലേ, ഒരു അഭിമാനം ഒരു നേരെ നഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഈ ഒരു 2 പ്രേതാത്മാക്കൾ മരിച്ചുപോയ പൂച്ചകൾക്ക് എപ്പോഴും അതിൻ്റെ യജമാനത്തെ തിരിച്ചറിയാം, അവർ തീറ്റി കൊടുത്തിരുന്നതാണ് അതിനെ. അപ്പോൾ ഇത്തരം കർമ്മങ്ങൾ ഇപ്പോൾ മക്കളെ വളർത്തുമ്പോൾ മക്കൾ എന്ത് ജോലി ചെയ്യുന്നതാണ് കടക്കാർ വീട്ടിൽ വരുമ്പോഴല്ല അറിയേണ്ടത്. ഞാനിത് പറയുന്ന നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകരും തിരിച്ചറിയണം. കടബാധ്യത കയറിക്കഴിഞ്ഞാൽ, മരിക്കാൻ തീരുമാനിച്ചാൽ, മൃത്യു സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രേതാത്മാവായിട്ട് അലയും. അങ്ങനെ പ്രേതാത്മാവായിട്ട് അലഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷമായി മരിച്ചിട്ട് ഇപ്പോഴും ആ പ്രേതാത്മാവ് രാത്രികാലത്തെ അന്ധകാരങ്ങളിൽ സംഗീതം അദ്ദേഹം അവർ നൃത്തം ചെയ്യുമായിരിക്കും പ്രേതാത്മാവിൻ്റെ. അത് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. ഈ തബല അടിച്ച് അദ്ദേഹം ആ ദുഃഖങ്ങൾ മുഴുവൻ മറക്കുന്ന 2 പ്രേതാത്മാക്കളുടെ റിയൽ കഥയാണ് ഞാനീ പറഞ്ഞത്. റിയൽ കഥയല്ല, റിയൽ അനുഭവമാണ് പറഞ്ഞത്. എല്ലാ അനുഭവങ്ങളും തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഒരു എപ്പിസോഡ് ഇന്നിപ്പോൾ താൽക്കാലികമായി നിർത്താമെന്ന് വിചാരിക്കുന്നു. അത് വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ്. അതും വിത്ത് വിഷ്വൽസ് നമുക്കത് കൊടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത്, ആ വീടിന്റെ അവസ്ഥ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. പക്ഷേ പൂച്ചയുടെ കരച്ചിൽ ഒരു വല്ലാത്ത കരച്ചിലാണ്. എവിടെ നിന്നാണ് ആ പൂച്ച കരയണം നമുക്ക് കേൾക്കാം. കാരണം നമ്മളിങ്ങനെ വെറുതെ കരയല്ല, ആ കരച്ചിൽ അവസാനം ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടു കൊടുക്കണം ഓഡിയൻസിന്, അന്ന് കേൾപ്പിക്കണം. അതിൻ്റെ ഒരു രോദനമുണ്ട്. ചുമ്മാ ഞാവൂന്നല്ല കരയണേ, ആ അവസാനത്തെ ആ ശബ്ദത്തിന് ഒരു രോദനം, അതിൻ്റെ ഒരു വേദനയുണ്ട് അല്ലേ? അതെ. എന്തായാലും വീണ്ടും അനുഭവങ്ങളും കഥകളൊന്നും പറയാൻ പറ്റില്ല, അനുഭവങ്ങളുമായി ഇനിയും കാണാം. താങ്ക് യു.